LDF കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയതിലുള്ള പിണക്കം തീരാതെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് പുറത്താക്കാനുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം അംഗീകരിക്കേണ്ട സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന EP ജയരാജൻ പിന്നീട് നടന്ന പാർട്ടി കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കാതെ പ്രതിഷേധം തുടരുകയാണ്. ശനിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജയരാജൻ വിട്ടുനിന്നു. ഇന്ന് പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിലും പങ്കെടുത്തില്ല. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നു. എന്നാൽ ആറോളിയിലെ വീട്ടിലുണ്ടായിട്ടും EP ജയരാജൻ പയ്യാമ്പലത്തെ പാർട്ടി പരിപാടിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പിണക്കം മാറ്റിവെച്ച പാർട്ടി പരിപാടികളിൽ സജീവമാകണമെന്ന നേതൃത്വം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് ചെവിക്കൊള്ളാൻ EP ജയരാജൻ കൂട്ടാക്കുന്നില്ല. സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നാണ് ജയരാജൻ അടുപ്പമുള്ള നേതാക്കളോടും പ്രവർത്തകരോടും പറയുന്നത്. ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ആത്മകഥ എഴുതുമെന്നും EP ജയരാജൻ അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി പരിപാടികളിൽ നിന്നും യോഗങ്ങളിൽ നിന്നും തുടർച്ചയായി വിട്ടുനിൽക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണവും CPM നേതൃത്വത്തോട് EP ജയരാജൻ പറയുന്നില്ല. മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി യോഗങ്ങളും പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളും ബഹിഷ്കരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച EP ജയരാജൻ പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇതാദ്യമല്ല. കോടിയേരി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ MV ഗോവിന്ദൻ ചുമതല ഏറ്റെടുത്തപ്പോഴും EP പാർട്ടിക്കകത്ത് കലാപക്കൊടി ഉയർത്തിയിരുന്നു. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത ജയരാജൻ ഒരു മാസത്തോളം മാറി നിന്നു. ആയുർവേദ ചികിത്സയും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് EP ജയരാജൻ പയ്യാമ്പലത്തെ ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ വിശദീകരണം. എന്നാൽ ഇത് വെറും ന്യായീകരണ ക്യാപ്സ്യൂൾ മാത്രമാണെന്നാണ് പൊതുവിലുള്ള സംസാരം. എന്തായാലും EPയുടെ പിണക്കം മാറ്റാൻ എന്ത് വഴി തേടുമെന്ന ചിന്തയിലാണ് ഇടതുപക്ഷ നേതാക്കൾ.